നമസ്കാരം. ട്രെൻഡിംഗ് നൗവിലേക്ക് സ്വാഗതം. മുസ്തഫ ഖമനേയി എവിടെയാണ്? ഇറാന്റെ പരമോന്നത നേതാവ് 5 മാസക്കാലമായി കാണാനില്ല. നേതാവിനെ തേടി CIA-യും മൊസാദും വലവിരിച്ചിട്ടും ഇതുവരെയും കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല. കാണാമറയത്ത് ഒളിച്ചിരിക്കുകയാണോ അതോ കൊല്ലപ്പെട്ടോ? ഏറെ ചർച്ചയായി മാറുന്ന ഒരു വാർത്ത തന്നെയാണ് മുസ്തഫ ഖമനേയിയുടെ, ഇറാന്റെ പുതിയ പരമോന്നത നേതാവിൻ്റെ ഈ ദുരൂഹത. അമേരിക്കൻ ചാര ഏജൻസിയായിട്ടുള്ള CIA-യും അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെ ചാരസംഘടനയായ മൊസാദും ഏറെക്കാലമായി പണിപ്പെട്ട് തിരയുകയാണ്. അദ്ദേഹത്തെ കണ്ടെത്താനുള്ള ശ്രമഫലമായ ഒരു നീക്കത്തിലാണ് ഇപ്പോഴെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ പുറത്തു വന്നിരുന്നു. ഒരൊറ്റ ഉത്തരം മാത്രം ലഭിച്ചാൽ മതി, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അതിനുവേണ്ടിയുള്ള ശക്തമായ തിരച്ചിൽ നടപടികളുമായി തന്നെയാണ് നിലവിൽ ഇസ്രയേലും അതുപോലെ തന്നെ അമേരിക്കയും മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഫെബ്രുവരി 28-ന് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ പിതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് മാർച്ച് 8-ാം തീയതിയോടുകൂടി മുസ്തഫ ഖമനേയിയെ പുതിയ പരമോന്നത നേതാവായി തിരഞ്ഞെടുത്തു, അധികാരത്തിലെത്തി. എന്നാൽ അന്നു തൊട്ട് ഇന്നുവരെയും പൊതുമധ്യത്തിലൊന്നും തന്നെ മുസ്തഫ ഖമനേയിയെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെതായ ഒരു വീഡിയോ സന്ദേശം പോലും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. എന്നാൽ അതിനുശേഷം കഴിഞ്ഞ 5 മാസമായി പൊതുവേദിയിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടാത്തതിനെ ശക്തമായി തന്നെ നിശ്ചിതമായി തന്നെ പലരും വിമർശിക്കുന്നുണ്ട്. ഒരു ശബ്ദ സന്ദേശം പോലും എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല? സ്വന്തം പിതാവിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ പോലും എന്തുകൊണ്ട് അദ്ദേഹം പങ്കെടുത്തില്ല? ഇതൊക്കെ തന്നെയാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നതും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള ചോദ്യത്തിനടക്കം വലിയ തോതിൽ പ്രസക്തി വർദ്ധിക്കുന്നത്. സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഉറപ്പായും പൊതുമധ്യത്തിലോ അതല്ലെങ്കിൽ ഫോണോ ലാപ്ടോപ്പോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ ഒളിവിൽ കഴിയുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ടെഹ്റാനിൽ എവിടെയോ ഒരു ബങ്കറിനുള്ളിൽ മുസ്തഫ ഒളിച്ചിരിക്കാം എന്ന് അനുമാനങ്ങൾ പുറത്തു വരുന്നുണ്ട്. പിതാവിനെ കൊന്നതുപോലെ തന്നെ മുസ്തഫയെയും കൊലപ്പെടുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉറപ്പായും ഇസ്രയേൽ അത് ചെയ്യുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അമേരിക്കയും ട്രംപും അത് ആവർത്തിച്ചു പറയുന്നതാണ്. ഇനി ഒരുപക്ഷെ മറ്റേതെങ്കിലും സൗഹൃദ രാഷ്ട്രത്തിൽ അഭയം പ്രാപിച്ചിരിക്കുന്നതാണോ? കലശലായ അസുഖം മൂലം അതല്ലെങ്കിൽ ഈ ആക്രമണത്തിൻ്റെ ദുരിതം മൂലം ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നതാണോ? ഇത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ തന്നെ ഇനി പുറത്തു വരേണ്ടതായിട്ടുണ്ട്. എന്തായിരുന്നാലും സൈബർ മേഖലയിലൊന്നും തന്നെ പണിപ്പെട്ട് പരിശോധിച്ചിട്ടും അമേരിക്കയ്ക്കോ ഇസ്രയേലിനോ ഇതുവരെയും അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നേരിട്ട് അന്വേഷിച്ചിറങ്ങാൻ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ചാരസംഘടനകൾ നിർബന്ധിതരായിരിക്കുന്നത്. കയ്യെഴുത്ത് സന്ദേശങ്ങൾ അടക്കം എത്തിക്കുന്ന ചില കൊറിയർ ഏജന്റുമാരെ പിന്തുടർന്ന് ഇനി അദ്ദേഹത്തിൻ്റെ വിശ്വസ്ത വലയത്തിലേക്ക് നുഴഞ്ഞു കയറാൻ തന്നെയാണ് മൊസാദ് തീരുമാനിച്ചിരിക്കുന്നത്. IRGCയിലെ വളരെ പ്രധാനപ്പെട്ട ഉന്നതരായിട്ടുള്ള 1-2 പേർക്ക് മാത്രമേ ഇതിൻ്റെ യഥാസ്ഥിതി അറിയൂ എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യം മാത്രം ഉറപ്പിക്കുക, മുസ്തഫ ഖമനേയി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ കൊലപ്പെടുത്തുക എന്നത് തന്നെയാണ് മൊസാദിൻ്റെ ലക്ഷ്യമെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നുണ്ട്. എന്തായിരുന്നാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി തന്നെ ഇപ്പോൾ ഇത് മാറുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ യുദ്ധം കൂടുതൽ കടുക്കുമെന്ന രീതിയിൽ ചില വാർത്തകൾ ഈ സാഹചര്യത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.